ഇന്നു ഞാൻ ചെയ്യാൻ പോകുന്നത് സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ചോദ്യോത്തര പംക്തിയാണ്. എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം ഏത്? 1757 പ്ലാസി യുദ്ധം. കച്ചവടത്തിനു വേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സ്ഥാപിച്ച കമ്പനി ഏത്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. 1765 അലഹബാദ് സന്ധി ഏത് യുദ്ധത്തിന് ശേഷം ഒപ്പുവെക്കപ്പെട്ടതാണ്? 1764 ബക്സാർ യുദ്ധത്തിന് ശേഷം. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഏത്? 1857. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി എന്ന് അറിയപ്പെടുന്നത് ആര്? മംഗൾ പാണ്ഡെ. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് ആര്? കെ. കേളപ്പൻ. ദേശീയഗാനം രചിച്ചത് ഏതു ഭാഷയിൽ? ബംഗാളി ഭാഷയിൽ. മഹാത്മാഗാന്ധി ജനിച്ചത് എന്ന്? 1869 ഒക്ടോബർ 2. ഇന്ത്യ വിൻസ് ഫ്രീഡം ആരുടെ ആത്മകഥയാണ്? മൗലാന അബുൽ കലാം ആസാദ്. സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത പ്രധാന സംഘടന ഏത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഥവാ INC. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ട വർഷം ഏത്? 1885. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം നടന്നത് എവിടെ? ബോംബെ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് പട്ടാള ജനറൽ ആര്? ജനറൽ ഡയർ. വിദ്യാഭ്യാസ സംബന്ധമായി ഗാന്ധിജി അവതരിപ്പിച്ച പദ്ധതിയുടെ പേര് എന്ത്? വാർധാ പദ്ധതി. ഉപ്പു നിയമം ലംഘിക്കുന്നതിനു വേണ്ടിയുള്ള ഗാന്ധിജിയുടെ പ്രഖ്യാപനത്തെ അന്നത്തെ വൈസ്രോയ് വിശേഷിപ്പിച്ചത് എങ്ങനെ? ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ്. ഗാന്ധിജി ചരിത്രപ്രധാനമായ ദണ്ഡിയാത്ര നടത്തിയത് എത്രാമത്തെ വയസ്സിലാണ്? 61 വയസ്സിൽ. ഗാന്ധിജി ദണ്ഡിയാത്ര നടത്തിയത് ഏതു വർഷം? 1930 മാർച്ച് 12. ഗാന്ധിജി ദണ്ഡിയാത്ര ആരംഭിച്ചത് എവിടെ നിന്നാണ്? സബർമതി ആശ്രമത്തിൽ നിന്നും. ഗാന്ധിജിയെ കൂടാതെ ഒക്ടോബർ 2 ജന്മദിനമായ ഇന്ത്യൻ നേതാവ്? ലാൽ ബഹദൂർ ശാസ്ത്രി. അതിർത്തി ഗാന്ധി എന്ന് അറിയപ്പെടുന്നത് ആര്? ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ഏത്? 1919 ഏപ്രിൽ 13. ഇന്ത്യയിലെ ഉരുക്കുമനുഷ്യൻ എന്ന് അറിയപ്പെടുന്ന വ്യക്തി ആര്? സർദാർ വല്ലഭായ് പട്ടേൽ. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം ഏത്? ക്ഷേത്ര പ്രവേശന വിളംബരം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ക്ലൈമാക്സ് എന്ന പേരിൽ അറിയപ്പെട്ട സമരം ഏത്? ക്വിറ്റ് ഇന്ത്യ സമരം.
സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. ഇത് ആരുടെ മുദ്രാവാക്യമാണ്? ബാലഗംഗാധര തിലക്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആര്? മൗണ്ട് ബാറ്റൺ പ്രഭു. ഇന്ത്യ വിഭജിക്കുന്നതിനെ അവസാന നിമിഷം വരെ എതിർത്തത് ആര്? മൗലാന അബുൽ കലാം ആസാദ്. ഇന്ത്യയുടെ രാഷ്ട്രശില്പി എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹ സമരം ഏതായിരുന്നു? 1917 ചമ്പാരൻ സമരം. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയ നേതാവ് ആരായിരുന്നു? നേതാജി സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര്? പിംഗിലി വെങ്കയ്യ. ഗാന്ധിജി വാർധയിൽ വിളിച്ചുകൂട്ടിയ വിദ്യാഭ്യാസ സമ്മേളനത്തിലെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ സക്കീർ ഹുസൈൻ. അഖിലേന്ത്യാ ഹരിജൻ സമാജം സ്ഥാപിച്ചത് ആര്? മഹാത്മാഗാന്ധി. വരിക വരിക സഹചരി വലിയ സഹന സമരമായി. ഇത് ആരുടെ വരികളാണ്? അംഷി നാരായണപിള്ള. ഇന്ത്യയുടെ ദേശീയ ഗീതം ഏത്? വന്ദേ മാതരം. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആര്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. 1950 ജനുവരി 26 ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. നമ്മുടെ ദേശീയ ഗാനം രചിച്ചത് ആര്? രവീന്ദ്രനാഥ ടാഗോർ. നമ്മുടെ ദേശീയ പ്രതിജ്ഞ എഴുതിയത് ആര്? പൈതിമാരി വെങ്കിട്ട സുബ്ബറാവു. ആരുടെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനം ആയി ആചരിക്കുന്നത്? മൗലാന അബുൽ കലാം ആസാദ്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് നടന്ന സ്ഥലം ഏത്? ബോംബെയിലെ ഗോവലിയ ടാങ്ക് മൈതാനം. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ആര്? ജവഹർലാൽ നെഹ്റു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രി ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ. സ്വദേശി എന്ന വാക്ക് ആദ്യമായി അവതരിപ്പിച്ചത് ആരായിരുന്നു? സ്വാമി ദയാനന്ദ സരസ്വതി. നേതാജി സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി ഏത്? ഫോർവേഡ് ബ്ലോക്ക്. ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആര്? നേതാജി സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജിയുടെ പ്രശസ്ത മുദ്രാവാക്യമായ ഡു ഓർ ഡൈ ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് പ്രഖ്യാപിച്ചത്? ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം ഏത്? 1950 ജനുവരി 26. രാഷ്ട്രീയ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ഗാന്ധിജി ആരംഭിച്ച പത്രം ഏത്? യങ് ഇന്ത്യ. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് അറിയപ്പെടുന്ന വ്യക്തി ആര്? അരുണ അസഫ് അലി.
ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് നടന്നത് എന്ന് 1942 ഓഗസ്റ്റ് 8. UNO ആദ്യമായി ദുഃഖസൂചകമായി പതാക താഴ്ത്തിക്കെട്ടിയത് എപ്പോൾ? ഗാന്ധിജിയുടെ മരണവിവരം അറിഞ്ഞപ്പോൾ. ഗാന്ധിജിയുടെ ഇടപെടൽ മൂലം വധശിക്ഷയിൽ നിന്നു രക്ഷപ്പെട്ട കേരളീയനായ വിപ്ലവകാരി ആരായിരുന്നു? KPR ഗോപാലൻ. ഇന്ത്യയുടെ ഏറ്റവും വലിയ ദേശീയ ബഹുമതി ഏത്? ഭാരത് രത്ന. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ ബ്രിട്ടനിലെ പ്രധാനമന്ത്രി ആരായിരുന്നു? ക്ലെമന്റ് ആറ്റ്ലി. ഇന്ത്യയിലെ ആദ്യ പത്രം ഏത്? ബംഗാൾ ഗസറ്റ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു? JB കൃപലാനി. ഗാന്ധിജി തൻ്റെ ആത്മകഥ എഴുതിയത് ഏതു ഭാഷയിലാണ്? ഗുജറാത്തി ഭാഷയിൽ. ഇന്ത്യയുടെ വാനമ്പാടി എന്ന് അറിയപ്പെട്ട ദേശീയ വനിത ആര്? സരോജിനി നായിഡു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്ന സമയത്ത് ഇന്ത്യയിലെ മുഗൾ ഭരണാധികാരി ആരായിരുന്നു? അക്ബർ. താങ്ക് യു.